ഒരു ദാരുണമായ വാർത്ത വരുന്നത് പാലക്കാട് നിന്നാണ്. അവിടെ അട്ടപ്പാടിയിൽ പാതി നിർമ്മാണം കഴിഞ്ഞ വീടിടിഞ്ഞ് സഹോദരങ്ങളായ കുട്ടികൾക്ക് ദാരുണാന്ത്യം. അട്ടപ്പാടി കരുവാര ഊരിലാണ് ഈ അപകടം ഉണ്ടായത്. സഹോദരങ്ങളായ ആദി, അജിനേഷ് എന്നിവരാണ് മരിച്ചത്. അജിത് ബാബു ചേർന്നു. അജിത്തെ, സങ്കടകരമായ വാർത്ത വരുന്നു. എന്താണ് അവിടെ സംഭവിച്ചത്? വിവരങ്ങൾ എങ്ങനെയാണ്? ആദിക്ക് 7 വയസ്സും അജിനേഷിന് 4 വയസ്സും മാത്രമാണ് പ്രായം. ഈ കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇത്തരത്തിൽ ചുവര് ഇടിഞ്ഞു വീണ് ഈ അപകടം ഉണ്ടാകുന്നത്. ബന്ധുവായ അഭിനയ എന്ന 6 വയസ്സുകാരിയായിട്ടുള്ള കുട്ടിക്കും പരിക്കേറ്റു. അത്തരത്തിൽ 3 പേരെയും ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. ഇത്തരത്തിൽ വേഗത്തിൽ ചികിത്സ ഉറപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നെങ്കിലും രണ്ടാമത് ആളുടെ കൂടി ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അഭിനയയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ആശുപത്രിയിൽ നിന്ന് നിലവിൽ അറിയിക്കുന്നത്. പക്ഷേ ഏതാണെങ്കിലും വളരെ വേദനിപ്പിക്കുന്ന ദാരുണമായ, ലക്ഷ്മി സൂചിപ്പിച്ച പോലെ ഏവർക്കും വിഷമം ഉണ്ടാകുന്ന സംഭവമാണ്. കുട്ടികൾ കളിക്കുകയായിരുന്നു. എങ്ങനെയാണ് ഈ ചുവർ ഇടിഞ്ഞു വീണതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി അറിയേണ്ടതുണ്ട്. നേരത്തെ പകുതി നിർമ്മാണത്തിൽ നിർത്തിയിട്ട വീടാണ്. അതിന്റെ കൂടുതൽ ഇതിപ്പം എന്ത് സംഭവിച്ചത് മനസ്സിലാവുന്നു? അത് ഈ മഴയൊങ്ങാനും പെയ്തെന്തെങ്കിലും ഈ പ്രശ്നമായിട്ട് ഇരിക്കുമായിരുന്നു? ഇത് പെട്ടെന്ന് ഈ ഒരു അതോ നേരത്തെ എന്തെങ്കിലും അപകട നിലയിലൊക്കെ ഉണ്ടായിരുന്നതാണോ? എന്താ പറ്റിയത് അവിടെ? സേതുലക്ഷ്മി, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വീടിന്റെ നിർമ്മാണം നടന്നത് കുറച്ച് മുന്നാണ്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണെന്നുള്ളതാണ് നമ്മൾ പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഉൾപ്പെടെ നമുക്ക് അറിയേണ്ടതുണ്ട്. കാരണം എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്, എങ്ങനെയാണ് ഇടിഞ്ഞു വീണതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിലവിൽ ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഒരാളുടെ നില തൃപ്തികരമാണ്. അപകടാവസ്ഥ തരണം ചെയ്തിട്ടുണ്ട്. പക്ഷെ മറ്റു 2 കുട്ടികൾക്കും ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. നമുക്ക് കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഈ ഇടിഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ഈ മരിച്ചത് 2 ചെറിയ കുഞ്ഞുങ്ങളാണ്, ചെറിയ കൊച്ചു കുട്ടികളാണ്. ആദിയും അജിനേഷും അവരാണ് മരിച്ചത്. ഈ ബന്ധുക്കളുടെ ഈ സങ്കടവും കാണാം. ഈ മരണം, അതിനപ്പുറം ഈ ബന്ധുക്കളുടെ സങ്കടമാണ് ഒട്ടും കണ്ടു നിൽക്കാൻ കഴിയാത്തതും. ഇപ്പോൾ വിവരങ്ങൾ നൽകുകയായിരുന്നു അജിത് ബാബു പാലക്കാട് നിന്ന്.